പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ മർദ്ദനമേറ്റവരുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പത്തനംതിട്ട അടൂരിൽ മരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയ്ലന്റ് പിതാവ് 24-നോട് പറഞ്ഞു. കൊല്ലത്ത് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ സുരേഷ് വ്യക്തമാക്കി. അതിനിടെ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകി. അടൂര് CPM-ന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച് ഈ പറയുന്ന ബിജു അന്ന് CA ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയിലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പോലീസ് മർദ്ദനമാണ് ജോയിലിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPIM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24-നോട് പറഞ്ഞു. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീടുകയറി മർദ്ദിച്ചത്. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇവർ ചോദിച്ച് അങ്ങനെ ഫസ്റ്റിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകിയത്. സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകാൻ എത്തിയപ്പോൾ അപമാനിച്ചെന്നാണ് ആരോപണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.